السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. صدق الله مولانا العظيم. نفس المؤمن معلقة بدينه حتى يقضى عنه. صدق رسول الله. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പലിശയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക അധ്യാപനങ്ങൾ അല്ലാഹുവിൻ്റെയും അവൻ്റെ തിരുദൂതരുടെയും വിവരണങ്ങൾ, താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, ഉപദേശങ്ങൾ ആണ് 7 ആഴ്ചകളോളമായി നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ ചില അനുബന്ധ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ വിഷയം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും അധികം പലിശ ഇടപാട് നടക്കുന്നതും
ജനങ്ങൾ കഷ്ടപ്പെടുന്നതും കടബാധ്യതയിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന പലിശയുടെ വിവിധ രൂപങ്ങൾ, വിവിധ ഇനങ്ങൾ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചു തന്നു. 4 രൂപത്തിലാണ് ആകെ പലിശയുണ്ടാവുക. ഈ പലിശയുടെ 4 ഇനങ്ങളിൽ ഏറ്റവും അധികം പലിശയുണ്ടാകുന്നത്, നമുക്കിടയിലും ലോകത്താകമാനയും പലിശ വ്യാപിക്കുന്നത് ഈ 4-ൽ ഒരൊറ്റ ഇനമാണ്. അതാണ് റിബൽ ഖർള്, കടപ്പലിശ. അപ്പൊ ഏറ്റവും അപകടകരമായി വരുന്നത് കടമാണ്, കടബാധ്യതയാണ്. അതിലൂടെയാണ് ഈ പ്രശ്നവും പലിശയൊക്കെ വരുന്നത്. ഈ കാരണത്താൽ തന്നെ കടം വാങ്ങുന്നതിൻ്റെ ഇസ്ലാമിക നിയമം, വിധി നമ്മൾ ഓരോരുത്തരും പഠിച്ചറിയണം. കടം കൊടുക്കുന്നതിൻ്റെ പുണ്യം നമ്മൾ പറഞ്ഞു. നിവൃത്തിയില്ലാത്ത കടക്കാരോട് മാന്യമായി വർത്തിക്കേണ്ട ആവശ്യകത പറഞ്ഞു. പാവങ്ങളായ ആളുകൾക്ക് അതിൽ ഇളവ് ചെയ്തു കൊടുക്കുക, അവധി നീട്ടിക്കൊടുക്കുക, രക്ഷയില്ലെങ്കിൽ അവർക്കത് ദാനമാക്കി ഒഴിവാക്കി കൊടുക്കുക. ഇതിൻ്റെ ഒക്കെ പുണ്യവും മഹത്വങ്ങളും ഹദീസിന്റെ പിൻബലത്തിൽ പറഞ്ഞു, നിങ്ങൾ കേട്ടു. പക്ഷെ അത് മാത്രം കേട്ടാ പോരാ. കടം വാങ്ങുന്നതിൻ്റെ ചില നിയമമുണ്ട്, ഈ വാങ്ങുന്ന ആള് പാലിക്കാനുള്ള. തോന്നിയ പോലെയൊക്കെ കടം വാങ്ങി കൂട്ടാവതല്ല, കടം വാങ്ങി കൂട്ടാൻ പാടുള്ളതല്ല. കടം വാങ്ങുന്നതിന് ഇസ്ലാം അനുവദിച്ച തലങ്ങളുണ്ട്, ഹറാമാക്കിയ, കുറ്റമാക്കിയ മേഖലകളുമുണ്ട്. ഇത് നമ്മൾ പഠിച്ചറിയണം. ഇന്ന് നമ്മൾ അതാണ് പഠിക്കാൻ ഇൻഷാ അല്ലാഹ് പോകുന്നത്. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഓരോരുത്തരും, കാരണം നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, പൈസക്ക് ആവശ്യമുള്ളവരാണ്. ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ തന്നെ ചില സമയങ്ങളിൽ ടൈറ്റ് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോഴൊക്കെ കടം വാങ്ങൽ അള്ളാഹുവും റസൂലും അനുവദിച്ചത് എപ്പോഴാണ്, തെറ്റാണെന്ന് പറഞ്ഞത് എപ്പോഴാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ജീവിക്കാൻ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾക്ക് പണമില്ലാതെ വന്നാൽ ഒരാൾക്ക്, എന്ന് വെച്ചാൽ ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, മരുന്നിന്, വെയിലും മഴയും ഏൽക്കാതെ കിടക്കാൻ ഒരു കൊച്ചു കൂരയ്ക്ക് കയ്യിൽ പണമില്ല, എന്ന് വെച്ചാൽ ജീവിക്കാൻ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് കയ്യിൽ പണമില്ലെങ്കിൽ നിരുപാധികം കടം വാങ്ങാം. അത് അനുവദനീയമാണെന്ന് ദീൻ പറയുന്നു, പഠിപ്പിക്കുന്നു. നിരുപാധികം എന്ന് പറഞ്ഞാൽ വീട്ടാൻ കഴിയോ ഇല്ലേന്നൊന്നും നോക്കണ്ട. ഫുഡടിക്കാൻ മാർഗമില്ല, പിള്ളേര് വിശന്ന് കരയാണ്. ഭക്ഷണം മേടിച്ചെടുക്കാൻ മട്ടനല്ല, ആട്ടിറച്ചിയല്ല, മര്യാദക്കൊരു അരി ആഹാരവും അതിലേക്കൊരു ചെറിയ കൂട്ടാനും ഇതുപോലും മേടിക്കാൻ ഇപ്പൊ കയ്യിൽ പൈസ ഇല്ല. എന്നാൽ കടം മേടിക്കാം, വീട്ടാൻ മാർഗം മുന്നിൽ കണ്ടാലും ഇല്ലെങ്കിലും ഇത്തരം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് കടം വാങ്ങൽ അനുവദനീയമാണ്. അതുപോലെ മരുന്നിന്, അതുപോലെ മാന്യമായ വസ്ത്രത്തിന്, കിടക്കാനൊരു കൊച്ചു കൂരയ്ക്ക്, ഇതിനൊക്കെ നിരുപാധികം കടം വാങ്ങൽ ഹലാലാണ്, അനുവദനീയമാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിത നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യമായതുകൊണ്ട്. ഇനി ആവശ്യങ്ങൾ, അത്യാവശ്യമല്ല, ആവശ്യമാണ്, സൗകര്യമാണ്. സൗകര്യപ്പെടുത്താൻ കയ്യിൽ പണമില്ല, ആവശ്യമാണ്, കയ്യിൽ പണമില്ല. ഏതുപോലെ ഒരു വാഹനം, ചെറിയൊരു വാഹനം, ഇന്നത്തെ കാലത്ത് കൂടിയ വാഹനമൊന്നുമല്ല, അതൊരാവശ്യം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരവും ഒരു പ്രൗഢിയും ഉള്ളവന്റെ ഒരു സിമ്പലും ആയിരുന്ന ഒരു വാഹനം എന്നൊക്കെ പറഞ്ഞ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വാഹനം എന്നുള്ളത് ആവശ്യമാണ്. അതുപോലെ തന്നെ വീടുണ്ട്, വൃത്തിഹീനമായ വീടാണ്, അതൊന്ന് സൗകര്യപ്പെടുത്തുക. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി
സൗകര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങാമോ? വാങ്ങാം. നിരുപാധികം വാങ്ങാൻ പറ്റില്ല, സോപാധികം വാങ്ങാം. ഉപാധിയോടുകൂടെയാണ് സൗകര്യങ്ങൾക്ക് വേണ്ടി പൈസ കടം വാങ്ങാൻ പറ്റുക. എന്താണ് ഉപാധി? ഞാനൊരു വണ്ടി എടുക്കാൻ കടം വാങ്ങുക, അല്ലെങ്കിൽ വീടൊന്ന് സൗകര്യപ്പെടുത്താൻ കടം മേടിക്കുന്നു. അത് മേടിക്കൽ അനുവദനീയമാകും എപ്പോൾ? വീട്ടാൻ മുന്നിൽ മാർഗം കാണുമ്പോൾ. അത് മേടിക്കുന്ന തുക വീട്ടാൻ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഒരു മാർഗം മുന്നിൽ കാണുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ വാങ്ങാം. ഫണ്ട് വരാണ്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിൽക്കാനിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മലഞ്ചരക്ക് വിൽക്കാനുണ്ട്, ഇവിടെ അടക്കയുണ്ട്, തേങ്ങയുണ്ട്, കുരുമുളകുണ്ട്. ഇങ്ങനെ വീട്ടാൻ മുന്നിൽ മാർഗം കാണുന്നെങ്കിൽ വണ്ടി വാങ്ങിക്കാൻ, വീട് സൗകര്യപ്പെടുത്താൻ കടം മേടിക്കാം. അതില്ലെങ്കിലോ മുന്നിലൊരു മാർഗമൊന്നുമില്ല, വണ്ടി അത് മേടിക്കുക. അപ്പോൾ കടം വാങ്ങൽ ഹറാമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, കൂടുതൽ ആളുകൾ ഈ ഹറാമ് ചെയ്യുന്നുണ്ട്. സൗകര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ, അടിസ്ഥാന ആവശ്യങ്ങളല്ല, സൗകര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുമ്പോൾ വീട്ടാനുള്ള വഴി മുന്നിൽ കണ്ട് ആ അളവനുസരിച്ചേ കടം വാങ്ങാവൂ. അതേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ഇനി മൂന്നാമത്, അത്യാവശ്യവും ഇല്ല, ആവശ്യമില്ല, അനാവശ്യം. അതിനുവേണ്ടി കടം വാങ്ങുക. അതെന്താ അനാവശ്യം? മോഡല് മാറി മാറി വരുന്ന വണ്ടികൾ ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഐഫോണ്. കുട്ടികൾക്ക് അതിന്റെ ഒരു പ്രാന്തിലുള്ള ഐഫോൺ, ആപ്പിൾ കമ്പനിയുടെ ഫോണ് വേണം. 10 പൈസ വരുമാനം ഉണ്ടാവില്ല, മര്യാദക്കൊരു ഫോൺ ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ല. ഈ മോഡൽ മാറുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മാറ്റുക, അതിന് കടം മേടിക്കുക. അത് നിരുപാധികം ഹറാമാണ്. വീട്ടാൻ മാർഗം കണ്ടാലും വീട്ടാൻ മാർഗം കണ്ടില്ലെങ്കിലും അനാവശ്യങ്ങൾക്ക് വേണ്ടി, ദൂർത്തടിക്കാൻ വേണ്ടി കടം മേടിക്കൽ ഹറാമാണ്. ഈ നിയമങ്ങളൊക്കെ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസിന്റെയും സുന്നത്തിന്റെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ സുപ്രസിദ്ധ ഫത്വ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജി എന്ന കിതാബിൽ, 10ഓളം വാള്യങ്ങളുള്ള കിതാബില് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ ഈ കടം മേടിക്കൽ എപ്പോ അനുവദനീയാകും, എപ്പോ ഹറാമാകും എന്നിത്യാദി കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗൗരവമുള്ള കാര്യമാണ് ഈ കടം മേടിക്കല്. കടത്തിൽ പെട്ടുപോയ മനുഷ്യന്മാർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. മനുഷ്യത്വവും മാന്യത ഉള്ളവർക്ക് കേട്ടോ, മറ്റവർക്ക് അത് പുല്ലായിരിക്കും. എന്തോന്ന് കടം, അതൊക്കെ വരുന്നേ. ഒരുത്തന് ലക്ഷക്കണക്കിന് കടം ഉണ്ടായിട്ട് കൂളായിട്ട് നടക്കുകയാണ്. പല ഇടങ്ങളിൽ നിന്നും മേടിച്ചോടുന്ന് വീണ്ടും മേടിച്ച്, പലരും കബളിപ്പിച്ച് മേടിച്ചിട്ട് കൂളായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് നടക്കുക. ആരെ കണ്ടാലും ഒരു കൂസലും ഇല്ല. അതൊക്കെ ഉണ്ടാവും, വീട്ടാൻ കഴിഞ്ഞാൽ വീട്ടല്ലെങ്കിൽ അങ്ങനെ മരിക്കാതെ. ഇത് ആ കോലത്തിൽ മനസ്സ് ചത്തുപോയാൽ പിന്നെ രക്ഷയില്ല. മാന്യത ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവൂല. മാത്രല്ല നല്ലൊരാളാണ്, സൽഗുണ സമ്പന്നനാണ്. ഈ മനുഷ്യനും കടത്തിൽ പെട്ടുപോയാൽ ആ മാന്യത സംരക്ഷിച്ച് ജീവിക്കാൻ പ്രയാസം. നല്ലൊരാളാണ്, പക്ഷെ കടം കണക്കിലേറെ വന്ന് അതിൽ ലോക്കായാൽ മാന്യനായി ജീവിക്കാൻ അയാൾ കഷ്ടപ്പെടും. ഇക്കാരണത്താൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം ദുആ ചെയ്തതായി ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആഇന്റെ കൂട്ടത്തില് ഏറ്റവും അധികമായി അവിടുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി. ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവേ, നിന്നോട് ഞാനിതാ കാവൽ തേടുന്നു, രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്? മിനൽ മഅ്സമി, കുറ്റങ്ങളിൽ വീഴുപോകുന്ന ദുരവസ്ഥയിൽ നിന്ന്.
പടച്ചോനെ കുറ്റങ്ങളിൽ വഴുതി വീഴുന്ന അവസ്ഥ കാക്കണേ അല്ലാ. വമിനൽ മഗ്റമി, കടക്കെണിയിൽ അകപ്പെട്ടു പോകുന്ന ദുരിതത്തിൽ നിന്ന്, കടബാധ്യതയിൽ പെട്ടുപോകുന്ന ദുരന്തത്തിൽ നിന്ന് പടച്ചവനെ നിന്നോട് ഞാനിതാ കാവൽ തേടുന്നു അല്ലാ. ഒരിക്കലല്ല, ആവർത്തിച്ചാവർത്തിച്ച് റസൂലുള്ള ഈ ദുആ അങ്ങനെ വർദ്ധിപ്പിച്ചപ്പോ ഒരു സഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഈ ദുആ വർദ്ധിപ്പിക്കുന്നത്? ഈ പ്രാർത്ഥന ഇത്രയധികം പ്രാർത്ഥിക്കാൻ കാരണം എന്താണ് നബിയേ? വല്ലപ്പോഴൊക്കെ ദുആ ചെയ്തതല്ല, ഇത് ഇടക്കിടക്ക് ഇതിൽ റസൂലുള്ള ദുആ ചെയ്യാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇന്നർ റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദബ വവഅദ ഫഅഖ്ലഫ. ഇത് ഇങ്ങനെ ഓരോരുത്തരും ദുആ ചെയ്യേണ്ട കേസാണ്. പടച്ചോനെ കടത്തിൽ പെടുത്തല്ലേ അല്ലാന്ന് നിരന്തരം ദുആ ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? ഇന്നർ റജുല ഇദാ ഗരിമ, ഒരു മാന്യനായ മനുഷ്യൻ കടത്തിൽ വീണാല്, കടബാധ്യതയിൽ പെട്ടുപോയാൽ, ഹദ്ദസ ഫകദബ, സംസാരം സമ്പൂർണ്ണമായിട്ട് സത്യം പറയാൻ കഴിയില്ല, കളവ് പറയേണ്ടി വരും. മാന്യനാണ്, മുഅ്മിനാണ്. പക്ഷേ കടത്തിൽ ലോക്കായി കഴിഞ്ഞാൽ ഹദ്ദസ ഫകദബ, സംസാരത്തിൽ കളവ് പറയേണ്ടി വരും. വവഅദ ഫഅഖ്ലഫ, കരാറ് പാലിക്കാൻ സാധിക്കുകയും ഇല്ല. അങ്ങനെയല്ലേ? ഒരു മാന്യൻ കടം വാങ്ങി പൈസ ഇട്ടുള്ള ആളെ കണ്ടു, എത്ര ദിവസമായി കണ്ടിട്ട്, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഒരു തിരക്കുമില്ല. ഈ മനുഷ്യനോടൊരു എക്സ്ക്യൂസ് പറയണ്ടേ? വെറുപ്പിക്കാൻ പറ്റൂലല്ലോ, കളവ് പറയേണ്ടി വരും. അടുത്ത 12-ാം തീയതി തരാന്ന് പറയും, 12-ാം തീയതി ആവൂല. എന്തേ 12-ാം തീയതി ആകുമെന്ന് പറഞ്ഞിട്ട് കിട്ടാതിരുന്നത്? വിചാരിച്ച ഫണ്ട് വന്നില്ല, വിചാരിച്ചൊരു ഫണ്ടും വരാനില്ല, ആ സമയത്ത് കൊടുക്കാനും കഴിഞ്ഞില്ല. കളവ് ഒഴിവാവുകയില്ല, കരാറ് പാലിക്കാനും സാധിക്കുകയില്ല. മാന്യനായി ജീവിക്കാൻ പ്രയാസപ്പെടും, സത്യസന്ധനായി ജീവിക്കാൻ പ്രയാസമാകും. അതുകൊണ്ട് ഞാനിതാ കടത്തിൽ നിന്ന് കാവൽ തേടുന്നു. നിങ്ങളൊക്കെ കാവൽ തേടി ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇയ്യാക്കും വദ്ദൈന, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ കടം പേടിക്കണം, കടം ഭയക്കണം. എന്തുകൊണ്ട്? ഫഇന്ന അവ്വലഹു ഹമ്മുൻ വആഖിറഹു ഹർബുൻ. കടം വാങ്ങിയാൽ ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് ടെൻഷനാണ്. കടത്തിൽ കുടുങ്ങിയ ഒരാൾക്ക് ആദ്യം ഉണ്ടാകുന്ന എന്താണ്? ടെൻഷൻ. വആഖിറഹു, ആ ടെൻഷനിൽ മാത്രം നിൽക്കൂല, അത് ചെന്നെത്തുന്നത് കലഹത്തിലും ഷണ്ഡയിലും യുദ്ധത്തിലും കയ്യാങ്കളിയിലൊക്കെ ചിലപ്പോൾ ചെന്നെത്തും. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ ദുന്യാവിലെ കടം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ദുന്യാവിലെ കടബാധ്യത കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് റസൂലും സഹാബാക്കളും പറഞ്ഞെന്നൊക്കെ. പരലോകത്തോ ദുനിയാവിൽ മാത്രമല്ല ബുദ്ധിമുട്ട്, പരലോകത്തും കഷ്ടമാണ്, നഷ്ടമാണ്. സ്വർഗത്തിൽ പോകാനുള്ള അടിസ്ഥാന യോഗ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ? 5, 6, 11 കാര്യം. അത് നമുക്കൊക്കെ അറിയാം, ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോവില്ല. 3 ദുസ്വഭാവങ്ങളിൽ നിന്ന് മുക്തരായവർ ആരോ, 3 ദുർഗുണങ്ങളിൽ നിന്ന്, 3 അവസ്ഥകളിൽ നിന്ന് ഒഴിവായവർ ആരോ, അവർ മാത്രമാണ് സ്വർഗത്തിൽ കയറുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറയുന്നു, മൻ മാതാ ഫഹുവ ബരീഉം മിൻ സലാസ് ദഖലൽ ജന്ന. ഒരാൾ മരിക്കുന്നു, ആ മരിച്ച വ്യക്തി ഫഹുവ ബരീഉം മിൻ സലാസ്, 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 3 കാര്യങ്ങളിൽ നിന്ന് അയാൾ ഒഴിവായവനാണെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗം ഉറപ്പാണ്, സ്വർഗം കിട്ടിക്കഴിഞ്ഞു.
ഏതാണ് ഈ 3 കാര്യങ്ങള്? സ്വർഗം തടയപ്പെടാവുന്ന 3 കാര്യങ്ങൾ ഏതാ? ഇവ ഒഴിവായാലേ സ്വർഗം കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ ഒന്നാമതായി എണ്ണി പറഞ്ഞത് അൽ കിബ്റു 2, വൽ ഗുലൂലു 3, വദ്ദൈനു. ഈ 3 കാര്യങ്ങൾ ഒഴിവായാലേ സ്വർഗം കിട്ടുള്ളൂ. ഈമാനും ഇസ്ലാമും മാത്രം ക്ലിയർ ആയതുകൊണ്ട് സ്വർഗമില്ല. സ്വർഗത്തേക്ക് ടിക്കറ്റൊക്കെ ഓക്കെ, പക്ഷെ ബ്ലോക്ക് വരും. അള്ളാഹു കാക്കട്ടെ. ഏതാണ് ഈ 3 കാര്യം? 1 അൽ കിബ്ർ, അഹങ്കാരം. അഹങ്കാരം, ഞാനെന്ന ഭാവം സ്വർഗം തടയപ്പെടുക തന്നെ ചെയ്യും. അത് കൊട്ടക്കണക്കിന് കിബ്റൊന്നും വേണ്ട, അഹങ്കാരമൊന്നും വേണ്ട. അണുത്തൂക്കം അഹങ്കാരം ഖൽബിലുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ പടി കടക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ ഈ അഹങ്കാരം? ഒരാൾ കൂടിയ വാഹനം ഉപയോഗിക്കൽ അഹങ്കാരമല്ല. അയാൾക്ക് അല്ലാഹ് നിഅമത്ത് കൊടുത്താൽ പൈസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്താകാം. നല്ല ഡ്രസ് അണിയൽ അഹങ്കാരമല്ല, നല്ല ചെരിപ്പണിയൽ അഹങ്കാരമല്ല, സൗകര്യമുള്ള വീടൊരുക്കൽ അഹങ്കാരമല്ല. പിന്നെ എന്താ ഈ കിബിർ പറഞ്ഞ സാധനം? സ്വർഗം നഷ്ടമാകുന്ന ദുസ്വഭാവം കിബിർ എന്താ? റസൂലുള്ളാഹിന്റെ നിർവചനം വിശദീകരിച്ചു പറഞ്ഞു. ബത്തറുൽ ഹഖ് വ ഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കുക, ജനങ്ങളെ പുച്ഛിക്കുക. സത്യം ഇതാണ്, ദീനിന്റെ നിയമം ഇതാണ്. അതൊന്നും ഞാനെന്ന മഹാന് ബാധകല്ല. ഞാൻ ആരാ മോൻ? അള്ളാഹുവിന്റെ ദീനിതാണ്, നിയമമിതാണ്. ആ സത്യത്തെ പുച്ഛിക്കുക, നിരാകരിക്കുക. ബത്തറുൽ ഹഖ്, സത്യത്തെ മാറ്റിവെക്കുക. തൻപോരിമ പറഞ്ഞ്, ദുരഭിമാനം പറഞ്ഞ്, പൊങ്ങച്ചം പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തെ മാറ്റിവെക്കുക, ഒഴിവാക്കുക. പിന്നെ വഗംതുന്നാസ്, ജനങ്ങളെ പുച്ഛിക്ക. അലവലാദിയാള് നാവുകൊണ്ട് നിങ്ങളൊരു സംഭവമാന്നൊക്കെ പറയും. ഉള്ളിന്റെ ഉള്ളില് മറ്റുള്ളവരൊക്കെ അലവലാദികൾ, ഇയാൾ മാത്രം മഹാൻ. ഇതാണ് കിബിർ പറഞ്ഞ സൂക്കേട്. ഇതുണ്ടെങ്കിൽ അണുത്തൂക്കം മതി മോമിനിങ്ങളെ. ഇത് എനിക്കുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടായി, എന്റെ കഥ പോക്ക. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ അവസ്ഥയും പോക്ക. ദുന്യാവ്, സ്വർഗം മാത്രമല്ല ദുന്യാവ് തന്നെ തകർക്കും അങ്ങനത്തെ ആളുകളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ തവാലഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. ഒരാൾ മൻ തവാലഅ, വിനയം, അല്ലാഹുവിനെ ഓർത്ത് വിനയം. ഞാനൊരു വെറും പടപ്പ്, കാര്യം എനിക്ക് കോടികൾ അല്ലാഹ് തന്നിട്ടുണ്ട്, സൗകര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ഇതൊന്നും എന്റെ കഴിവല്ല, എന്റെ റബ്ബ് തന്നതാ. വിനയത്തോടെ നിലനിന്നാൽ റഫഅഹുല്ലാഹ്, ആ വ്യക്തിയെ അല്ലാഹു ഉയർത്തും. വെച്ചോടം ഈ വ്യക്തി അങ്ങനെ കേറിപ്പോകും. മൻ തവാലഅ, ആരൊക്കെ വിനയം കാണിച്ചു, ആരൊക്കെ അള്ളാഹുവിനെ ഓർത്ത് താഴ്മ കാണിച്ചു, റഫഅഹുല്ലാഹ്, അവരല്ലാഹു അവിടെ ഇരുത്തൂല, പൊക്കും, ഉയർത്തും. വമൻ തകബ്ബറ വലഅഹുല്ലാഹ്, ഏതൊരുവൻ അഹങ്കരിച്ചു, ഏതൊരുവൻ കിബിർ നടിച്ചു, ഏതൊരുവൻ ദുരഭിമാനം പ്രകടമാക്കി, വലഅഹുല്ലാഹ്, ആ അഹങ്കാരിയ അല്ലാഹു അടിച്ചമർത്തി താഴേക്കിരുത്തും, ഇരുത്തേണ്ടിടത്തിരുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. പൊങ്ങിയാല് അടിച്ചിട്ട് അല്ലാഹ് താഴത്തേക്കിടും. വിനയം കാണിച്ചാൽ അല്ലാഹ് ഉയർത്തി വളർത്തി വലുതാക്കും. ഇത് നമുക്ക് പിന്നെ സംസാരിക്കാം. കിബിർ എന്ന് പറഞ്ഞ വിഷയം ഒരു 4-5 വെള്ളിയാഴ്ചയെങ്കിലും പറയേണ്ട വിഷയമാണ്. ഖുർആനും സുന്നത്തും അത്ര പറഞ്ഞു തന്നെ. കാരണം നമ്മളെല്ലാ അമലും ക്ലിയറാണ്. ഈ സൂക്കേട് അകത്തുണ്ടെങ്കിൽ അതൊരു ക്യാൻസറാണ്. ദുന്യാവും തകരും, ആഖിറവും തകരും. പറയണ്ടേ നമുക്ക്? ഇനി പറഞ്ഞു വരുമ്പോ മുസ്ലിയാരെ ഇതൊന്നും വേണ്ടാന്നേ, മൂവാറ്റുപുഴക്കാരൊരു സംഭവമാന്നുള്ള വഴല് പറ, നല്ല റാഹത്താ കേട്ടിരിക്കാൻ. എന്താ കൂട്ടരെ അതുകൊണ്ട് കാര്യം? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വഴലിപ്പോ എന്താ? നിങ്ങളൊരു സംഭവമാണ്, നിങ്ങളൊരു പ്രസ്ഥാനമാണ്. എന്നിട്ട് ഞാൻ അങ്ങനെ നീട്ടി ദ്വാരക്കുക, നിങ്ങൾ ആമീൻ പറയാ, റാഹത്തായി വീട്ടിൽ പോവാ. എന്താ? ഞാനൊരു വൈദ്യന്റെ റോളാണ് എനിക്കുള്ളത്. ഈ ശമ്പളവും ഭക്ഷണവും പാവങ്ങള് ചോറ്റുപാത്രവും താങ്ങിയിട്ട് ഈ ഓഫീസിലേക്ക് ഫുഡ് കൊണ്ടുവന്ന് തരുന്ന എന്തിനാണ്? ഒരു വൈദ്യന്റെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ഏൽപ്പിച്ചത്. ആത്മീയതയിൽ വരുന്ന രോഗം എവിടെ, അതിനുള്ള മരുന്ന് പറഞ്ഞു തരലാണ് എന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് നിങ്ങൾ പുകഴ്ത്തി ഇരപ്പാക്കുക, ആ പണി എനിക്ക് പറ്റൂല. എവിടെ കുഴപ്പമുള്ളത് അത് പറയാൻ എന്റെ ഡ്യൂട്ടി. അത് ഞാൻ വ്യക്തിനെ പറയില്ല കേട്ടോ. ഞാൻ ഇപ്പൊ പൊതുവായി കോമൺ ആയിട്ട് പറയുമ്പോ എന്താ മുസ്ലിം എനിക്കിട്ടങ്ങോട്ട് കൊട്ടാൻ ഒരാൾക്കും വല്ലാഹി കൊട്ടില്ല. എന്താ അതിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞല്ലോ, ഈ അഹങ്കാര മുസ്ലിയാര്
കുറച്ച് വായാടിയായ ഒരു മുസ്ലിയാരെന്ന ശിഹാബ് എന്ന ഞാൻ ഇച്ചിരി കൽബിന്റെ എവിടെയെങ്കിലും ഒരു കോണില് അണുത്തൂക്കം കിടപ്പുണ്ടെങ്കിൽ എന്റെ അവസ്ഥ പോക്കാ, നിങ്ങളുടെ അവസ്ഥയും പോക്കാൻ. ഇൻഷാ അല്ലാഹ് കിബ്ർ നമുക്ക് പിന്നെ പറയാം, ഇവിടെ വിഷയം അതല്ല. 2 വൽ ഗുലൂൽ. വൽ ഗുലൂൽ സ്വർഗം നഷ്ടമാകുന്ന ദുസ്വഭാവത്തിൽ. സെക്കൻഡ് വൽ ഗുലൂൽ. ഗുലൂൽ എന്ന് പറഞ്ഞാൽ നേരെ അതിന്റെ അർത്ഥം പൊതുമുതലിൽ കൈയിട്ട് വാരുക. അന്നൊക്കെ ഗനീമത്ത് സ്വത്ത്, യുദ്ധാനന്തര സ്വത്ത് വരുമ്പോ ഓരോരുത്തർക്കും വിഹിതിക്കപ്പെട്ടത് കിട്ടും മുമ്പ് ചുളിവിൽ കൈയിട്ട് വലിക്കുക. ഇതാണ് ഗുലൂൽ. ഹദീസിൽ റസൂല് പറഞ്ഞ ഈ ഗുലൂലിന് പൊതുവായി പറയുന്ന അർത്ഥം വഞ്ചന, ചതിപ്രയോഗം. അതുള്ളവൻ സ്വർഗം കാണൂല. 3 വദ്ദൈനു കടബാധ്യതയാണ്. അഹങ്കാരത്തിൽ നിന്ന്, ചതിയിൽ നിന്ന്, കടത്തിൽ നിന്ന് ഏതൊരുവൻ രക്ഷപ്പെട്ട് ഈമാനോടെ മരിച്ചോ അവൻ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. ഈ 3 കാര്യങ്ങളും, അല്ലെങ്കിൽ 3-ൽ ചിലത്, അല്ലെങ്കിൽ 3-ൽ 1 സ്വർഗത്തിലേക്കുള്ള വഴി ബ്ലോക്കാകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഒരാളുടെ ഷഹാദത്ത് കലിമ ഒക്കെയാണ്, അല്ലാഹുവിനെ റസൂലിനെ അയാൾ വിശ്വസിച്ചിട്ടുണ്ട്, നിസ്കാരം ഒക്കെയാണ്, നോമ്പ് ഒക്കെയാണ്, സക്കാത്ത് ഒക്കെയാണ്, ഹജ്ജ് ഉംറ റെഡിയാണ്. പക്ഷേ കടം ഉണ്ടെങ്കിൽ ബ്ലോക്കാവും. ഇത് ഞാൻ പറയല്ല, അള്ളാന്റെ റസൂല് പറയുന്നു. നഫ്സുൽ മുഅ്മിനി, ഒരു മുഅ്മിന് മരിച്ചാല്, സത്യവിശ്വാസി മരിച്ചാൽ അവന്റെ ആത്മാവ് മുഅല്ലഖത്തും ബിദൈനിഹി, കടം കാരണം സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ബ്ലോക്കായി നിൽക്കും. നഫ്സുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ സത്യവിശ്വാസിയുടെ ആത്മാവ് മുഅല്ലഖത്തും ബിദൈനിഹി, കടം കാരണം ബ്ലോക്കായി കിടക്കും. ഹത്താ യുഖ്ലാ അൻഹു, ആരെങ്കിലും ആ കടം വീട്ടുന്നത് വരെ ആ ബ്ലോക്കിൽ അങ്ങനെ കിടക്കും. റെഡ് ലൈറ്റ് കത്തി കിടക്കും. റെഡ് ലൈറ്റ് ഒന്ന് ഗ്രീൻ ലൈറ്റ് ആയാലല്ലേ വണ്ടി ഒന്ന് ഇളകുള്ളൂ. സ്വർഗത്തിലുള്ള വഴിയിൽ റെഡ് ലൈറ്റ് കത്തിയിട്ട് അവിടെ ബ്ലോക്കായി കിടക്കും. ഏതുവരെ? എപ്പോഴാ ഗ്രീൻ ലൈറ്റ് തെളിയ? ഹത്താ യുഖ്ലാ അൻഹു, ആരെങ്കിലും ഇയാളെ പേർക്ക് അത് വീട്ടണം. നിഗമക്കള്, അല്ലെങ്കിൽ കൂടപ്പുറപ്പ്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ഇത് വീട്ടുന്നത് വരെ മുഅല്ലഖത്തും ബിദൈനിഹി, കടം കാരണം ബ്ലോക്കാകുമെന്ന് റസൂലുള്ളാഹി. നിങ്ങൾക്ക് അറിയോ, ഒരു സഹാബി മരിച്ചു. അള്ളാന്റെ റസൂലിന്റെ ഒരു അനുചരൻ വഫാത്തായി. 2 ദിർഹം കടണ്ട്. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം. ദിർഹം എന്ന് പറഞ്ഞാൽ മൂല്യം, ദീനാറാണ് മൂല്യം, സ്വർണ്ണ നാണയാണ്. ഇത് 2 ദിർഹം, കേവലം 2 ദിർഹം കടക്കാരനായി മരിച്ചു. ആരും അത് വീട്ടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനാസ നിസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നു, മാറി നിന്നു. ഈ 2 ദിർഹം കടം വീട്ടപ്പെടാതെ ജനാസ നിസ്കരിച്ചപ്പോൾ റസൂൽ അതിൽ പങ്കെടുക്കാതെ മാറി നിന്നു. ഹദീസിൽ കാണാം. അള്ളാന്റെ റസൂല് പങ്കെടുക്കാതിരുന്നപ്പോൾ മറ്റു സഹാബാക്കൾക്ക് പ്രയാസായി. മരിച്ച സഹാബിയുടെ സ്നേഹിതനായ മറ്റൊരു സഹാബി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നേരെ ചെന്നിട്ട് ഈ 2 ദിർഹം കിട്ടാനുള്ള ആൾക്ക് തന്റെ പോക്കറ്റിൽ നിന്നിട്ട് കൊടുത്തു പറഞ്ഞു, ആ സാധുവിന് നിങ്ങൾ ഇതാ, അദ്ദേഹത്തിന്റെ പേർക്കുള്ള കട ഞാനിതാ വീട്ടിൽ നിന്ന് നിങ്ങൾ പൊരുത്തപ്പെടണം, കൊടുത്തു. പിറ്റേ ദിവസം മുത്തു റസൂലിന്റെ മുന്നിൽ വന്നിട്ട് അബൂ ഖത്താദ പറഞ്ഞു, ഇന്നി ഖളൈതുഹാ യാ റസൂലല്ലാ, തങ്ങൾ ഇന്നലെ അദ്ദേഹത്തിന്റെ മേലുള്ള ജനാസ നിസ്കാരത്തിൽ പോലും പങ്കെടുത്തില്ല, ഞാൻ ആ 2 ദിർഹം വീട്ടിയിട്ടുണ്ട് റസൂലേ. ഇത് കേട്ടപ്പോ റസൂലുള്ള പറഞ്ഞത്, അൽ ആന ബറദത്ത് അലൈഹി ജിൽദുഹു, നീ ആ കടം വീട്ടിയപ്പോഴാണ് ആ മനുഷ്യന്റെ തൊലി തണുത്തത്. നരകച്ചൂട് ഒഴിവായിട്ട് അദ്ദേഹത്തിന്റെ തൊലി തണുത്തത് നീ അത് വീട്ടിയപ്പോഴാണ് അബൂ ഖത്താദ എന്ന് റസൂലുള്ളാഹി. വളരെ ഗൗരവ. ഷഹീദിന് പോലും എക്സ്ക്യൂസ് ഇല്ല കടം. നമ്മൾ കേട്ടിട്ടില്ലേ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ റസൂലുള്ളാഹി പറയാ, ഏറ്റവും റേഞ്ചുള്ള മരണാണല്ലോ രക്തസാക്ഷ്യം. എങ്ങനെങ്കിലും ആയിട്ട് നമ്മൾ മരിക്കും. ഒന്നുകിൽ നാച്ചുറൽ ഡെത്ത്, സ്വാഭാവിക മരണം, വിരിപ്പ് കിടന്നിട്ട്, അസുഖമൊക്കെ ബാധിച്ചിട്ട്, പ്രായം വന്നിട്ടൊക്കെ മരിക്കും നാച്ചുറലായിട്ട്. അല്ലെങ്കിൽ ആക്സിഡന്റൽ ഡെത്ത്, അപകട മരണം വരും. അല്ലെങ്കിൽ ക്രിമിനൽ ഡെത്ത്, അള്ളാഹ് കാക്കട്ടെ, കുറ്റകൃത്യങ്ങൾ, കത്തിക്കുത്ത്, സംഘടനയൊക്കെ ഉണ്ടായിട്ടുള്ള മരണം.
അല്ലെങ്കിൽ സൂയിസൈഡ്, ആത്മഹത്യ, അള്ളാഹു കാക്കട്ടെ. ഇങ്ങനെയൊക്കെ പല കോലത്തിലും മരണം വരും. മരണത്തിൽ ഏറ്റവും മൂല്യമുള്ള റേഞ്ചുള്ള മരണം രക്തസാക്ഷ്യമാണ്. അത് മരിച്ചു തന്നെ പറയാൻ പാടില്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നാ അള്ളാഹ് പറഞ്ഞത്. ഇങ്ങനെ മരിച്ച ഷഹീദിനും ഇളവില്ല കടത്തില്. അത് റസൂലുള്ള പറഞ്ഞ ഗൗരവമൊക്കെ ഹദീസിൽ കാണുന്നത്. ഒരിക്ക സഹാബാക്കൾക്കിടയിൽ ഇരിക്കുകയാണ് അള്ളാന്റെ റസൂല്. പെട്ടെന്ന് അള്ളാന്റെ റസൂല് വാനലോകത്തേക്ക് മുകളിലേക്ക് കണ്ണും നട്ടിരുന്നു. മേൽപോട്ടിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ആ ഷരീഫായ കരം പവിത്രമായ നെറ്റിത്തടത്തിൽ വെച്ച് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത് അല്ലാ, എന്തൊരു കഠിനമായ സന്ദേശമാണ് അല്ലാ ഈ വന്നിരിക്കുന്നത്, സുബ്ഹാനല്ലാഹ്. റസൂലുള്ള മുകളിലേക്ക് നോക്കിയിട്ട് ആ കൈ വെള്ള നെറ്റിത്തടത്ത് വെച്ചിട്ട് പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്തൊരു വാർത്തയാണ് ഈ വന്നിരിക്കുന്നത്. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തൊരു ഗുരുതരമായ മെസ്സേജാണ് തങ്ങൾക്ക് വന്നത്, ഒന്ന് പറഞ്ഞു തന്നാലും. അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത എന്താ അറിയോ? ഫവല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരുവന്റെ കരങ്ങളിലാണോ ആ തമ്പുരാനെ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ് സുമ്മ ഉഹിയ സുമ്മ ഖുതില സുമ്മ ഉഹിയ സുമ്മ ഖുതില. അള്ളാഹുവിനെ തന്നെ സത്യം, ഒരാൾ റബ്ബിന്റെ മാർഗത്തിൽ പോരാടി രക്തസാക്ഷിയായി. ഈ രക്തസാക്ഷിയായ ഷഹീദിനെ അള്ളാഹു ഭൂമിയിലേക്ക് ഒന്നുകൂടെ അയച്ചു. അയാൾ ജീവിച്ചു. സുമ്മ കുത്തില, രണ്ടാമതും ഇയാൾ ഷഹീദായി. സുമ്മ ഉഹിയ, വീണ്ടും അള്ളാഹു ഒന്നുകൂടെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചു. സുമ്മ കുത്തില, എന്നിട്ടും പടവെട്ടി ഷഹീദായി. 3 വട്ടം ഷഹീദായി. ഈ 3 വട്ടം ഷഹീദായ വ്യക്തി ലൗ കാന അലൈഹി ദൈനുൻ, ആ മനുഷ്യന്റെ മേൽ കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അയാൾ പ്രവേശിക്കുന്ന പ്രശ്നമില്ല. ഹത്താ യുഖ്ലാ അൻഹു ദൈനുഹു, അയാളുടെ കടം വീട്ടപ്പെടുന്നത് വരെ. എന്തായി പറഞ്ഞത്? 3 തവണ ഷഹീദായാലും കടമുണ്ടെങ്കിൽ ആ കടം വീടാത്ത കാലത്തോളം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല. കടം ടെൻഷനാണ്, കടം ഡേഞ്ചറാണ്, കടം അപകടമാണ്, കടം ദുന്യാവിനെയും ആഖിറത്തിനെയും തകർക്കുന്ന നാശമാണ്. നമുക്കത് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കട എല്ലാവർക്കും ഉണ്ടോ? ഇപ്പോൾ എനിക്കുണ്ട് ചെറിയൊരു കട. നിങ്ങളാരും പൈസ തരാനല്ല കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിക്കണ്ട. വീട്ടാനുള്ള മാർഗം അല്ല തോപ്പിക്കുക. നിങ്ങളോട് വയലറിഞ്ഞില്ല ഞാൻ, വീട്ടാൻ വഴിയുള്ളിടത്തേ മേടിക്കാൻ പറ്റുള്ളൂ. അത് കണ്ടിട്ട് തന്നെ മേടിച്ചേക്കണത്. നിങ്ങൾക്കും ഉണ്ടാവും കടം. മരിക്കണിന് മുമ്പ്, ചൂടാറുന്നതിന്റെ മുമ്പ് ഇതൊന്ന് തീർന്നു പോണ്ടേ? മൊയ്ലിയൊരു വലിയ സംഭവമായിട്ട് കടം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വയലറിഞ്ഞു പോയി. ഇല്ല, ദീൻ അതിന് പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. അത് വീടാനുള്ള പരിഹാരം. കടം വീടി രക്ഷപ്പെടാനുള്ള വഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ ദീനിൽ കൃത്യമായിട്ടുണ്ട്. 7 മാർഗങ്ങളാണ്. കിതാബൊക്കെ നോക്കിയിട്ട് ആറ്റിക്കുറുക്കിയിട്ട് 7 വഴികളാണ് അതിലുള്ളത്. 1, മേടിക്കുമ്പോൾ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ള നിയ്യത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ നിയ്യത്തോടെ മേടിച്ചവർക്ക് അള്ളാഹു ഇത് വീട്ടാൻ സഹായം നൽകും. മേടിക്കുമ്പോ തന്നെ ഇത് തിരിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ആ അസ്മ്, ആ പ്രതിജ്ഞ ഉറച്ച നിയ്യത്തോടെ മേടിക്കുക. അങ്ങനെ മേടിച്ചവർക്കൊക്കെ അത് വീട്ടാൻ അള്ളാഹു സഹായം നൽകും. 1. 2, ഇത് വീട്ടാൻ അള്ളാഹു എന്നെ സഹായിക്കും എന്ന പ്രതീക്ഷ. 15 ലക്ഷം കടണ്ട്. നിത്യവേതനം ഒരു ദിവസം കിട്ടുന്ന വരുമാനം 500 ഉറുപ്പ്യാണ്. എവിടുന്ന് ഈ 15 ലക്ഷം വീടാനാണ്? നിരാശപ്പെടാൻ പാടില്ല, പ്രതീക്ഷ വെക്കുക. എനിക്ക് കഴിയൂല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ്ക്ക് എന്തിനും കഴിയും. എന്തിനും അള്ളാഹ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ എനിക്കൊരു അള്ളൊരു ബർക്കത്ത് തന്നാൽ മതി, അല്ലെങ്കിൽ ആരെയും സഹായിച്ചാൽ മതി, അത് വീടുമെന്ന പ്രതീക്ഷ കൈവിടാതിരിക്കുക. വീടൂല എന്നുള്ള ആ ധാരണയിൽ നിരാശ പൂണ്ട് നടന്നാൽ മരണം വരെ വീടൂല. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. അത് അപകടമാണ്. അള്ളാഹു നമ്മോട് ഇടപെടുന്നത് എങ്ങനെ അറിയോ? നമ്മൾ അള്ളാന്റെ കാര്യത്തിൽ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെ അള്ളാഹ് ഇടപെടുക. അള്ളാഹ് ക്രൂരനാ നിലക്ക് നമ്മൾ ചിന്തിച്ചാ ആ ക്രൂരത അള്ളാഹ് കാണിക്കുള്ളൂ. അള്ളാഹ് കാരുണ്യവാനാന്നുള്ള മൈൻഡിലാണെങ്കിൽ കരുണ കാണിക്കും. അള്ളാഹ് സഹായിക്കും എന്നുള്ള മൈൻഡിലാണ്, കണ്ടമാനല്ലോക്കെ ഇനിയിപ്പോ എന്നാ സഹായം നിരുത്തിയിട്ട് നിരാശ അപ്പോഴും പാടില്ല. ലാ തൈഅസി നഫ്ഹതൻ തഅതി
ചിലപ്പോ ദീർഘകാലം അല്ലാഹ് പരീക്ഷിച്ചിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ നിരാശപ്പെടരുത്. ഫിനിഷിംഗ് പോയിന്റിന്റെ മുമ്പേ അള്ളാഹുവിന്റെ സഹായം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ദീന് പഠിപ്പിക്കുന്നത്. നിരാശ പാടില്ല. ഞാൻ എങ്ങനെ വീട്ടും? ഇനി അതൊന്നും നടപടിയുള്ള കേസല്ല, പിന്നെ വീടൂല. ഇല്ല, എന്റെ പടച്ചവൻ, എന്റെ നാഥൻ എന്നെ സഹായിക്കും. ഈ പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നേറുക. സ്വഹാബി വര്യനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോവാൻ ആ പോകുന്ന പോക്കില് മോനെ വിളിച്ചിട്ട്, അബ്ദുള്ള എന്ന മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, വാപ്പച്ചി യുദ്ധത്തിന് പോവാൻ, മിക്കവാറും ആ രണാങ്കണത്തിൽ ഞാൻ ഷഹീദാകും, ഞാൻ പോകും. വാപ്പച്ചിക്ക് കുറെ കടണ്ട്, മോനറിയാലോ. കുറെ മക്കളുണ്ട്, 9 പെൺമക്കളുണ്ട്, 9 ആൺമക്കളുണ്ട്, 18 മക്കളെ. ചിരിക്കൊന്നും വേണ്ട, ഇവിടത്തെ കാരണന്മാർക്കും ഉണ്ടാവും ചിലപ്പോ 10, 15 അല്ലേ. അന്ന് ബഹുഭാര്യത്വം അലൗഡാണ് അല്ലെ. 3, 4 കിട്ടുമ്പോ 10, 19 ഉണ്ടാകണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്ര വലിയൊരു കുടുംബാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനുള്ളത്. കടവുണ്ട്. യുദ്ധത്തിന് പോവാൻ മോൻ അബ്ദുള്ളനെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പച്ചി ഷഹീദ മരിക്കാൻ, ഇവിടുന്ന് ലോകത്തുനിന്ന് വേർപെട്ടു പോകാൻ സാധ്യത ഉണ്ട്. മോനെ, നീ കടം വീട്ടണം. വലിയ കട. മോനെ കൊണ്ട് കൂട്ടിയാ കൂടിയില്ലെങ്കിൽ വാപ്പച്ചിന്റെ മൗലയോട് സഹായം ചോദിക്കണം. മൗല എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രയോഗത്തിൽ ആർക്കൊക്കെ പറയും? യജമാനന് പറയും. അടിമ ഉടമയുള്ള കാലല്ലേ, യജമാനന് പറയും, നേതാവിന് പറയും, ഉടമസ്ഥന് പറയും, റബ്ബിന് പറയും. പൊതുവായി പ്രയോഗിക്കുന്ന ഒരു പേരാണ് മൗല. എന്റെ മോന് വാപ്പച്ചി ഷഹീദായി പോയാല് കടം വീട്ടാൻ പ്രയാസപ്പെട്ടാൽ വാപ്പച്ചിന്റെ മൗലയോട് സഹായം ചോദിക്കണം എന്ന് പറഞ്ഞു. അബ്ദുള്ള പറഞ്ഞു ഉപ്പാനോട്, ഏതാണ് വാപ്പച്ചിന്റെ മൗല? ഏതാപ്പോ അങ്ങനെ ഒരാള് മുതലാളി? എന്റെ മൗല അള്ളയാണ് മോനെ, അവിടെ സഹായം ചോദിച്ചാൽ മതി. പറഞ്ഞ പോലെ കടം വീട്ടാൻ പ്രയാസപ്പെട്ട അബ്ദുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന, യാ മൗല സുബൈരി ഖളിയൻ ഹുദൈനഹു. സുബൈറിന്റെ, എന്റെ ഉപ്പയായ സുബൈറിന്റെ മൗലയായവനെ. അള്ളാഹൊന്നും വിളിച്ചിട്ടില്ല. വാപ്പച്ചിയ പറഞ്ഞ പദം തന്നെ, അള്ളാ റബ്ബേന്നൊന്നും വിളിച്ചിട്ടില്ല. എന്റെ വാപ്പയായ സുബൈറിന്റെ മൗലയായ, ഉടമസ്ഥനായ, യജമാനനായവനെ, അദ്ദേഹത്തിന്റെ കടം നീ വീട്ടു. പ്രാർത്ഥന. ആ ഒരു ഉറച്ച വിശ്വാസം, പ്രതീക്ഷ കൊണ്ട് ആ കടം മുഴുവൻ സിമ്പിളായിട്ട് തീർന്നു പോയി. ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം ഈ സംഭവം. അവിടെ പ്രതീക്ഷ കൈവിടരുത്. ഇതോടൊപ്പം ചില ദിക്ർ ദുആകൾ, കടം വീടാനുള്ള ദിക്ർ ദുആകൾ ഹദീസിലെമ്പാടും കാണാം. അത് പ്രയോഗിക്കുക. അബൂദാവൂദിന്റെ ഹദീസില്, തുർമുദിയുടെ ഹദീസില് ഒക്കെ കൃത്യമായി എല്ലാം പ്രമാണബദ്ധമായ പ്രാർത്ഥനകൾ, അദ്കാറുകൾ. 1, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ട ദുരിതത്തിൽ ഉരുവിട്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ, ആ മത്സ്യവയറിൽ നിന്ന് മോചിതരാകാൻ കാരണം ഈ ദിക്റാണെന്ന് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാത്ത ആരാധ്യനില്ല, സംരക്ഷകനില്ല. സുബ്ഹാനക്, നിന്റെ വിശുദ്ധിയെ ഈ പാവം ഇതാ വാഴ്ത്തുന്നു. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ടല്ലാ. ഇത് വർദ്ധിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിക്ർ ഉരുവിട്ട്, ആത്മാർത്ഥമായി ഉരുവിട്ട് ദുആ ചെയ്താൽ ആ ദുആഇന് ഇജാബത്തുണ്ട്, ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോ കടമുള്ള ആളുകള് സാധിക്കുന്ന അളവില് ഈ ദിക്ർ പതിവാക്കുക, എങ്കിൽ അതിൽ നിന്ന് റിലീസാകും. റസൂല് പറഞ്ഞതാണ്. 2, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് വെറും നാവുകൊണ്ട് മാത്രം പോരാ, മനസ്സൊന്ന് വേദനിച്ചും കൊണ്ട്, അറിഞ്ഞും കൊണ്ട് തന്റെ പാപങ്ങൾ അള്ളാഹുവിനോട് നിരന്തരം മാപ്പിനപേക്ഷിക്കുക, പൊറുക്കലിനെ തേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ സകല ദുരിതത്തിൽ നിന്നും മോചനം കിട്ടും, സകല പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടും.
ആ വ്യക്തി അറിയാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു അത്തരം വ്യക്തികൾക്ക് സമ്പൽ സമൃദ്ധി കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഊഹിക്കാത്ത, വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു ഫണ്ട് കൊടുക്കും, ധനം കൊടുക്കും. അതിനുള്ള മാർഗം എന്താണ്? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒരു കൗണ്ടർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മോതിരം ചൈനക്കാരൻ ബസ്സിലോ യാത്രയിലോ ചിന്ത അവിടെ ഒന്നുമില്ല, മനസ്സിന് വേദനയില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. വെറും അധര വ്യായാമം നടക്കും, ഒരു ഫിസിയോതെറാപ്പി നടക്കും, ചുണ്ടിനും നാവിനൊക്കെ. അതിനപ്പുറം ഒന്നും കിട്ടൂല. ദിക്ർ എന്ന് പറ സ്മരണേണേ, കൽബില് ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം. ചുമ്മാ ലഖ്ലഖത്തുൽ ലിസാൻ, നാവിന്റെ പടപ്പിക്കല്. അതുകൊണ്ട് നമ്മൾക്കിതൊന്നും ഗുണം കിട്ടാത്ത വെറും നാക്കിന്റെ പടപ്പിക്കലാണ്. എന്താ ഈ പറയുന്നിടത്ത് മനസ്സുമില്ല, തടിയില്ല. ഉള്ള ആറാമ്പറപ്പൊക്കെ ചെയ്യുന്നത് ഈ അസ്തഗ്ഫിറുല്ലയും ചെയ്യും. തടി വേറെ വഴിക്കും, പ്രഖ്യാപനം വേറെ വഴിക്കും, നടക്കൂല, കിട്ടൂല. ആത്മാർത്ഥമായി മാപ്പപേക്ഷിക്കുക. 2. 3 പെട്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ വിശദീകരിക്കാനുള്ള സമയമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന പോരിശയേറിയ, പവറേറിയ ദിക്ർ വർദ്ധിപ്പിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പരമാവധി വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി പറയുന്നു, 70 ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ദിക്ർ. 70 ദുരിതം. അതിലൊരു ദുരിതാണ് സാമ്പത്തിക ക്ലേശം, കടക്കെണി, ഒന്ന് മാത്രം. ബാക്കി 69 പ്രശ്നങ്ങൾ തീരാനും ഈ ദിക്റാണ് വർദ്ധിപ്പിക്കേണ്ടത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരു കഴിവുമില്ല, ഒരു ശക്തിയില്ല, ഒരു സ്വാധീനവുമില്ല, ഒരു പവറുമില്ല. മഹാനായ അജയ്യനായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നുമില്ല. നമ്മൾ ആയുധം വെച്ച് പടച്ചവന്റെ മുന്നിൽ കീഴടങ്ങി പടച്ചവനോട് പൊട്ടിക്കരയാണ് ഇവിടെ ചെയ്യണേ. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുകൊണ്ട് 70 പ്രതിസന്ധികൾ തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 4-മതായി മുആദ് റളിയല്ലാഹു അൻഹുവിന്, സ്വഹാബിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റാണ് സൂറത്തു ആലു ഇംറാന്റെ 26-ാമത്തെ ആയത്ത്. ഇതൊക്കെ എല്ലാവരും മനസ്സിലായിക്കോട്ടോ, പ്രയോഗിച്ചാൽ നേട്ടം കിട്ടും, ഉറപ്പാ. റസൂലുള്ളാഹി വെറുതെ ബടായി പറയൂലല്ലോ, സ്വഹീഹ ഹദീസാണ് ഇതൊക്കെ. ആലു ഇംറാൻ സൂറത്തിന്റെ 26-ാമത്തെ ആയത്ത് വർദ്ധിപ്പിക്കുക. അതെന്താണ്? ഖുലില്ലാഹുമ്മ മാലികൽ മുൽക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്ത് വർദ്ധിപ്പിക്കുക. നേരത്തെ പറഞ്ഞ മായി നാവിന്റെ പഠിപ്പിക്കൽ മാത്രം പോരാ. എന്താ ഈ പറയണതെന്ന് മനസ്സറിഞ്ഞിട്ട് വേണം ഇത് ചൊല്ലാൻ. ഖുൽ, നബിയെ അങ്ങ് പറയണം, അള്ളാന്റെ റസൂലിന് അള്ളാഹ് പഠിപ്പിച്ച ദിക്റത്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, സർവ അധികാര ആധിപത്യങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവേ, നരേന്ദ്രമോദിയുടെ അധികാരത്തിന്റെ ഉടമസ്ഥനെ, അമിത്ഷായുടെ അധികാരത്തിന്റെ ഉടമസ്ഥനെ, ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തിന്റെ ഉടമസ്ഥനെ, ഇസ്രായേലിന്റെ അധികാരത്തിന്റെ ഉടമസ്ഥനെ, സൗദിയുടെ അധികാരത്തിന്റെ ഉടമസ്ഥനെ, മൂവാറ്റുപുഴയുടെ അധികാരത്തിന്റെ ഉടമസ്ഥനെ, ലോകത്തിന്റെ അധികാരത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. എവിടെ രാജാധികാരമുണ്ടോ, എവിടെ അധികാരമുണ്ടോ, ഈ അധികാരങ്ങളുടെയൊക്കെയും ഉടമസ്ഥനായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് നീ അധികാരം കൊടുക്കും. അത് ട്രംപിനായിരിക്കും ചിലപ്പോ കൊടുക്കണേ, കമലാ ഹാരിസിന് കൊടുക്കൂല, ട്രംപിന് കൊടുക്കും, ഏരിയൽ ഷാരോണിന് കൊടുക്കും, ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊടുക്കും, അമിത്ഷാക്ക് കൊടുക്കും, മോദിക്ക് കൊടുക്കും. തുഅ്തിൽ മുൽക മൻ തശാ, നീ വിചാരിച്ചവർക്ക് നീ അധികാരം കൊടുക്കും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരം കയ്യിലേന്തിയവന്റെ അധികാരം നീക്കുന്നവനും നീയാണ് അല്ലാഹ്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരം ഒരാളെ കയ്യിലുണ്ട്, നീ ഉദ്ദേശിച്ചാൽ ആ അധികാരം അവരിൽ നിന്ന് തുടച്ചു മാറ്റും, എടുത്തു മാറ്റും. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ,
അന്തസ് കൊടുക്കുന്നവൻ നീയാണല്ലാ, അപമാനം നാണക്കേട് കൊടുക്കുന്നവനും നീയാണല്ലാ. തുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിച്ചവരെ നീ അഭിമാനികളാക്കും, അന്തസ്സുള്ളവരാക്കും. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിച്ചാൽ നാണം കെടുത്തിവിടും, നിന്യരാക്കി അധംപതിപ്പിക്കും. ബിയദിക്കൽ ഖൈർ, അല്ലാഹുവേ സകല ഗുണങ്ങളും നിന്റെ കരങ്ങളിലല്ലോ, സകല ഖൈറുകളും നിന്റെ അധികാരത്തിലല്ലേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായിട്ടും നീ എന്തിനും കഴിവുള്ളവനാണ് അല്ലാഹ്. ഇത് മനസ്സറിഞ്ഞു ചൊല്ലണം കേട്ടോ കടം തീരണമെങ്കിൽ. ഈ പറഞ്ഞല്ലോ ആശയം, പ്രവിശാലമായ ആശയം ഉൾക്കൊണ്ട് ഈ ആൽ ഇമ്രാൻ സൂറത്തിന്റെ 26-ാമത്തെ ആയത്ത് വർദ്ധിപ്പിച്ചാൽ കടം തീരും. അതുപോലെ അഞ്ചാമത് ഒന്നുകൂടെ പറഞ്ഞ് നിർത്താൻ നമുക്ക്. അഞ്ചാമത്തെ ഒരു ദുആ, ഇത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ള സ്പെഷ്യലായി കടബാധ്യതയിൽ നിന്ന് രക്ഷ കിട്ടാൻ പഠിപ്പിച്ചൊരു ദുആ. ഇതും ഹദീസിലുണ്ട്, തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹുവിന് കടം കെട്ട് പെരുകിയിട്ട് ആകെ ടെൻഷനായി, വീട്ടിൽ പോയിരിക്കാൻ സ്വസ്ഥതല്ല, തൊഴിലാണെങ്കിൽ കാര്യമായിട്ടില്ല. ഇദ്ദേഹം എന്താ ചെയ്തത്? മദീനത്തെ പള്ളിയിലെ അകത്തളങ്ങളിൽ സങ്കടപ്പെട്ടിരുന്നു. ഇപ്പൊ സാധാരണ ഇപ്പോൾ ഇവിടെ നിസ്കാരത്തിന്റെ നേരത്തെ കാളുണ്ടാവും, സുബൈ കഴിഞ്ഞിട്ട് ഒരു 8-9 മണി വരെ കാളുണ്ടാവും. പിന്നെ 10 മണിക്കും 11 മണിക്കും ഒരാൾ ഇങ്ങനെ ഒരു മൂലയിൽ ഇരിക്കുകയാണെങ്കിൽ, ളുഹർ കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ ആളുണ്ടാവും, പിന്നെ ഇരിക്കുക അസർ വരെ. അസർ കഴിഞ്ഞാലൊന്ന് പുറത്തിറങ്ങുമല്ലോ, അസർ കഴിഞ്ഞിട്ടും പള്ളിയിൽ ഇരിക്കുക, രാത്രി നോക്കുമ്പോഴും പള്ളിയിൽ. റസൂലുള്ള ഇങ്ങനെ കാണണ ഈ അബൂ ഉമാമ എന്നവര് പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടുന്നത്. ഫഖാല റസൂലുള്ളാഹി യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖതി സ്വലാ. എന്താ അബൂ ഉമാമ, നിസ്കാരത്തിന്റെ സമയമൊന്നും അല്ലാത്ത നേരത്തും പള്ളിയിൽ തന്നെ ഞാൻ കാണുന്നല്ലോ, എന്തു പറ്റി മോനെ? മഹാനായ സ്വഹാബി പറഞ്ഞു, റസൂലേ, കടം കുമിഞ്ഞുകൂടി, കടബാധ്യത കൂടിക്കൂടി, ഒരു രക്ഷയില്ല. ആകെയുള്ളത് അള്ളാന്റെ പള്ളിയില്, അങ്ങയുടെ മസ്ജിദില്, അങ്ങ് പണിതുയർത്തിയ ഈ മസ്ജിദിൽ വന്നിരുന്നാല് ചെറിയൊരു തണുപ്പ് മനസ്സിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എണീറ്റ് പോകുന്നില്ല, കടം തന്നെയാണ് പ്രശ്നം റസൂലേ എന്ന് അബൂ ഉമാമ റളിയല്ലാഹു റസൂലിനോട് പറയാം. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം, ഞാൻ നിനക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. കെലിമാത്തി എന്നാ പറഞ്ഞത്, ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. അത് നീ ഞാൻ പറയും പോലെ ചൊല്ലിയാൽ നിന്റെ ടെൻഷൻ തീരും, നിന്റെ കടവും തീരും. എന്നിട്ട് പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, രാവിലെയും വൈകുന്നേരവും നീ ഇത് ചൊല്ലുക, രാവിലെയും വൈകുന്നേരവും നിത്യമായി നീ ഇത് ചൊല്ലുക. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രിർ റിജാൽ. ഇത് രാവിലെയും വൈകുന്നേരമാണ് പതിവാക്കിക്കോ. എത്ര തവണ എന്നൊന്നും പറഞ്ഞില്ല, പറ്റുന്നത്ര തവണ, രാവിലെ കുറച്ചു നേരം, വൈകുന്നേരം കുറച്ച് സമയവും. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, പടച്ചോനെ ഈ സാധുവായ ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിനൽ ഹമ്മി വൽ ഹസൻ, ദുഃഖത്തിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, കഴിവുകേടിൽ നിന്നും അലസതയിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞാനൊരു മടിയനായി അലസനായി മാറാൻ പാടില്ല, ഞാനൊരു ബലഹീനനായി അശക്തനായി മാറാൻ പാടില്ല, കാത്തോളണം അല്ലാഹ്. വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും കാവൽ തേടുന്നു. ഭീരു ആകാൻ പാടില്ല, ആരും ധീരനാകണം, ഭീരു ആകാൻ പാടില്ല. ഫിറൗനെ കണ്ടിട്ട് പേടിക്കുക, ഇപ്പൊ മൂസാ നബി ഉണ്ടാവില്ലല്ലോ. ഏത് കൊലകൊമ്പനെയും, അള്ളാന്റെ പടപ്പാ കൊലകൊമ്പന്മാരൊക്കെ, പേടിക്കാൻ പാടില്ല. ഭീരുത്വം മുഅ്മിന്റെ ലക്ഷണമല്ല, ധീരത വേണം. ശജാഅത്താണ് ഈമാന്റെ ലക്ഷണം. പടച്ചോനെ ഞാൻ ഭീരുവാകുന്നതിൽ നിന്ന്, പേടിത്തൊണ്ടനാകുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, പിശുക്കനാകുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രി റിജാൽ, കടം കുന്നുകൂടി ജനങ്ങൾ മെക്കെട്ട് കയറുന്ന ദുരവസ്ഥയിൽ നിന്നും അല്ലാഹുവേ കാവൽ തേടുന്നു. ഗലബത്തിദ് ദൈൻ, ഗലബത്തിദ് ദൈൻ, കടം അധികമാവുക, എന്നിട്ട് ജനങ്ങൾ ഉപദ്രവിക്കാനും
പ്രയാസപ്പെടുത്താനും വരുന്നൊരവസ്ഥ, അതിൽ നിന്നും കാവൽ തേടുന്നു. ഇതാണ് പതിവാക്കിക്കോൻ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഇത് കേൾക്കേണ്ട താമസം രാവിലെ പള്ളിയിൽ നിന്ന് എണീറ്റ് പോയി. പിന്നെ അവിടെ ഇരിക്കണ്ടല്ലോ, ഏത് അവിടെ ചടഞ്ഞിരിക്കണ്ടല്ലോ, നിസ്കാരത്തിന് വന്നാൽ മതിയല്ലോ. പുറത്തേക്ക് പോയി രാവിലെയും വൈകുന്നേരം ഫഫഅൽതു ദാലിക, റസൂൽ പഠിപ്പിച്ച ഈ ദുആ അങ്ങോട്ട് പതിവാക്കി. സർവ കടവും സമീപകാലത്ത് തന്നെ തീർന്നുപോയി എന്ന് ആ സ്വഹാബി പറഞ്ഞതായിട്ട് ഈ ഹദീസിൽ കാണാം. അപ്പൊ 7 മാർഗങ്ങളാണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത്. കടബാധ്യതയുള്ളവർ ഇത് ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാ ബാധ്യതയിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മരിക്കുന്നതിന്റെ മുമ്പ് കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം പടച്ച തമ്പുരാൻ നമുക്കൊക്കെയും നൽകട്ടെ.